വാരണാസിയിൽ പോകാനുള്ള സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ചാണ് കേട്ടോ. അധികം തണുപ്പും അധികം എന്താ പറയുക ചൂടും ഒന്നും ഇല്ലാത്ത കൂടുതലും തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് നല്ല എന്താ പറയുക പീക്കായിട്ടുള്ള കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല മഞ്ഞ് ഉള്ള കാലാവസ്ഥയാണ്. ഉച്ചയ്ക്ക് 12 മണി വരെ ആയാലും ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നല്ല രാവിലെ എണീറ്റിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയ സമയമാണ് കേട്ടോ. ഞങ്ങൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല കേട്ടോ. കൂടുതലും ഹട്ടിലൂടെയും പിന്നെ കൂടുതലും ഗലീസൊക്കെയാണ്. അപ്പോൾ നമ്മൾ നടക്കുക തന്നെ വേണം. അമ്പലങ്ങളിൽ പോകാനാണെങ്കിലും എവിടെയാണെങ്കിലും കൂടുതലും നടക്കുക തന്നെയാണ് കേട്ടോ അവിടെ കൂടുതലും ചെയ്യാൻ പറ്റുള്ളൂ വാരണാസിയിൽ. പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികൾ അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പോകാം, അല്ലെങ്കിൽ ഓൺ ബൈക്കായിട്ട് നമുക്ക് അവിടെ എടുക്കാം റെന്റിന്. അങ്ങനെയൊക്കെ പോകാനല്ലാതെ വാക്കിംഗ് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ. പക്ഷേ നമുക്കത് നല്ലൊരു സുഖമാണ് ആ ഗലിയിലൂടെയൊക്കെ പോകാനും. പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് നടന്ന് പോകാനായിട്ടൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ വണ്ടി വന്നിട്ട് വേസ്റ്റ് ഒക്കെ എടുത്തൊക്കെ കളയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് വേസ്റ്റ് എടുക്കുന്നത് അവരുടെ ഒരു ഇതൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ പിന്നെയും തുപ്പലും ഈ പറഞ്ഞ വേസ്റ്റ് കൊണ്ടിടുന്നതിലൊക്കെ നമ്മുടെ മനുഷ്യർ തന്നെയാണ് അത് ചെയ്ത് കൂട്ടുന്നത് അവിടെ. അതേപോലെ പട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ യാതൊരു കാമൻ പോയിട്ടാണ് പട്ടികളൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ വന്ധീകരിച്ചും നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തതുകൊണ്ടായിരിക്കും യാതൊരു ഉപദ്രവോ കാര്യങ്ങളൊന്നും ഇല്ല. അവരെയും ഉടുപ്പൊക്കെ ഇടിച്ചിട്ടാട്ടോ ഈ തണുപ്പ് കാലത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇത് അവർ വെച്ചിരിക്കുന്നത് പല്ല് തേക്കുന്ന ഒരു ഇതാട്ടോ, സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് നമുക്ക് ഈ തണുപ്പിലൂടെ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ നടന്ന് പോകാനൊക്കെ. അപ്പോൾ വഴിക്കച്ചവടക്കാരൊക്കെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം.